സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി പറയാൻ. ഐ ഹോപ്പ് യു ആർ ലിറ്റിംഗ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ശരിയായിട്ടുള്ള കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാനിപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ മൈലാഞ്ചിക്ക് ഇട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പം കിടന്നിറങ്ങിയിട്ട് നമ്മളൊരു 4 മണി ആ ഒരു ടൈമിൽ എണീച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ എണീറ്റ് ഡെയിലി റൂട്ടീൻസൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, അപ്പം നമ്മൾ വീടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കണ്ടേ. അപ്പം അതിനകത്ത് ക്ലീനിങ് ഞാനും താത്തയും കൂടെയാണ്, കുക്കിങ്ങും മെസ്സിപ്പിച്ചും കൂടെയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എൻ്റെ പണിയൊക്കെ കഴിച്ച് ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ മെസ്സിപ്പിച്ചും കൂടെ കൂടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ മന്തിയും പായസം ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനവരെ കുറച്ച് നേരം ഹെൽപ്പൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വേഗം കുളിച്ച് റെഡിയായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ അതിന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ നമ്മൾ അടിപൊളിയുള്ള മന്തിയും അതേപോലെ തന്നെ ബീഫ് ഫ്രൈയും പായസമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനി നിങ്ങൾ കാണാൻ പോണേ നമ്മളെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് കാലിക്കറ്റൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു. നമ്മൾ പ്ലാനിലുണ്ടായിട്ടുണ്ടെങ്കിൽ ലുലും SM സ്ട്രീറ്റും അതേപോലെ തന്നെ ബീച്ചിൽ കേട്ടോ. ബട്ട് നമ്മൾ പോയപ്പോൾ തന്നെ ഒരു 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 2.5 അവർ അങ്ങോട്ട് ട്രാവൽ വരുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തായാലും SM സ്ട്രീറ്റിൽ പോകലൊന്നും നടക്കൂലെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ബേക്കറി കയറിയിട്ട് അവിടുന്ന് ലേസും പിന്നെ പുളപൊരിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ പിന്നെ നമ്മൾ പോയിട്ട് ലുലുവിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഉച്ചക്ക് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കുറേ ടൈം പിന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഇതിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായില്ലേ. പക്ഷേ എനിക്ക് നല്ല പനിയൊക്കെ ആയതുകൊണ്ട് വോയിസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടെയാണ്, അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫൈറ്റ് ഒന്ന് കാണാൻ നല്ല രസമല്ലേ. പിന്നെ സോനുവിന് ആ ഫൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം നമ്മൾ അവന് കുറച്ച് ഡോണറ്റും വേറെ കുറച്ച് കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഓനെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ കുറേ കേക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ വേറെ അടിപൊളി കുറേ ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് ഡോണറ്റൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഫുഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൂഡിൽസും ഗീ റൈസും പിന്നെ ഫ്രൈഡ് റൈസും ഷവായും ചിക്കൻ മഞ്ചൂരിയൊക്കെ ഇരുന്ന്. അതാണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയില്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ബില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ബില്ലാക്കിയിട്ട് നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു ലുലുവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ എത്തിയപ്പോൾ ഒരു 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബീച്ചിൽ വന്ന് അപ്പം തന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ അത്ര വീഡിയോസൊന്നും എടുത്തിട്ടില്ല ബീച്ചിൽ നിന്ന്. നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ രാത്രി 8:30 വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബീച്ചിൽ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ചായയും കല്ലുമ്മക്കായും ഗ്രീൻ പീസും അതേപോലെ തന്നെ കൂന്തൽ നിറച്ചതും കോളിഫ്ലവറും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഒരു 8:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.